തിരുവചനം തിരുവചനം. സ്നേഹമുള്ളവരെ, ശലോമിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്നൊരു വിഷയത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ പാപം മറ്റുള്ളവരെ ഏതെല്ലാം വിധത്തിൽ ദോഷകരമായിട്ട് ബാധിക്കും എന്നാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്ന ഒരു വാക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന ആ ഒരു വാചകത്തിലെ കടങ്ങൾ എന്ന ഒരു വാക്ക്, ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇപ്പം കടം എന്ന് വെച്ചാൽ എന്താ? കടം എന്ന് വെച്ചാൽ കൊടുത്തു വീട്ടാനുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ഉദാഹരണത്തിന്, നമ്മൾ ആരോടെങ്കിലും പണം കടം വാങ്ങുന്നെന്ന് വിചാരിക്കുക. കടം വാങ്ങിയാൽ ആ കടം വാങ്ങിയ തുക നമ്മൾ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുമ്പോഴാണ് കടം വീടുക. തിരിച്ചു കൊടുക്കുന്നിടം വരെ അത് കടമായിട്ട് കിടക്കും. എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ മറന്നു പോയാലും അത് കടമായിട്ട് കിടക്കും. കടം വീടാൻ 3 സാധ്യതകളാണ് ഉള്ളത്. ഒന്നെങ്കിൽ കടം വാങ്ങിയ തുക നമ്മൾ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആരോട് കടം വാങ്ങിയോ ആ വ്യക്തി ആ കടം നമുക്ക് ഇളച്ചു തരണം, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി മൂന്നാമതൊരാൾ ഈ കടബാധ്യത ഏറ്റെടുത്ത് ആ കടം വീട്ടണം. അപ്പോൾ ഒന്നെങ്കിൽ കൊടുത്തു വീട്ടണം, അല്ലെങ്കിൽ ഇളച്ചു കിട്ടണം, അല്ലെങ്കിൽ മൂന്നാമതൊരാൾ ഈ ബാധ്യത എടുത്തെടുത്ത് ആ കടം വീട്ടണം. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നിടം വരെ കടമായിട്ട് തന്നെ കിടക്കും. ഇതുപോലെ നമ്മൾ പാപം ചെയ്യുമ്പോഴും നമ്മുടെ മേലൊരു പാപത്തിൻ്റെ കടം, ഒരു ബാധ്യത ഉണ്ടാവുകയാണ്. എന്താണ് ആ കടം അഥവാ ബാധ്യത? എൻ്റെ പാപത്തിൻ്റെ ഫലമായി മറ്റുള്ളവർക്കുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളാണ് എൻ്റെ മേലുള്ള പാപത്തിൻ്റെ കടം. കാരണം ഞാൻ ഈ പാപം ചെയ്തതുകൊണ്ടാണ് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് ഈ പ്രശ്നങ്ങളുണ്ടായത്, അവർക്ക് ഈ സങ്കടം ഉണ്ടായത്, അവർക്ക് ദുഃഖമുണ്ടായത്, അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്, അവർക്ക് കടബാധ്യത ഉണ്ടായത്, അവർക്ക് നാണക്കേടുണ്ടായത്, അവരുടെ കുടുംബജീവിതം തകർന്നു പോയത്, അവരുടെ ഭാവി നശിച്ചത്, അവരുടെ ജീവിതം നശിച്ചത്, ഇതൊക്കെ ഞാൻ ഈ പാപം ചെയ്തതുകൊണ്ടാണ്. അഥവാ ഞാൻ ഈ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് ഈ പ്രശ്നം ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പം ഞാനിത് ചെയ്തതുകൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അവരുടെ ആ സഹനത്തിൻ്റെ ഉത്തരവാദി ഞാനാണ്. ഇതാണ് എൻ്റെ പേരുള്ള പാപത്തിൻ്റെ കടം. ഞാനിത് കുറേ ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കി തരാം. അത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. മലയാളി കത്തോലിക്കൻ. അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ അധാർമികമായി ജീവിച്ച് എയ്ഡ്സ് രോഗിയായി. ആകെ അധിപിടിച്ച് ജോലി രാജിവെച്ച് വീട്ടിൽ വന്ന് വിവരം പറഞ്ഞു. വീട്ടുകാർക്ക് വിഷമമായി. 2 കാര്യങ്ങൾ അവരെ വിഷമിപ്പിച്ചു. ഒന്ന്, ഇവൻ അകാലത്തിൽ രോഗം പിടിച്ച് മരിക്കും. 2, ഇവൻ്റെ രോഗവിവരം അറിയുമ്പോൾ കുടുംബത്തിന് നാണക്കേട്. അവരാലോചിച്ചെന്താ പരിഹാരം? അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ രോഗത്തിന് മരുന്ന് ഇല്ല, അവൻ അകാലത്തിൽ മരിക്കും. ആ ദുഃഖസത്യത്തോട് അവർ സാവകാശം അങ്ങ് പൊരുത്തപ്പെട്ടു. പക്ഷെ 2ാമത്തെ കാര്യം, ഇവൻ ഈ രോഗത്താൽ മരിക്കുമ്പോൾ അല്ലെങ്കിൽ രോഗിയായിത്തീരുമ്പോൾ നാട്ടുകാരെ വിവരം അറിയും. അപ്പോൾ ഇത് കുടുംബത്തിന് നാണക്കേടുണ്ടാക്കും. ഇതെങ്ങനെ അഭിമുഖീകരിക്കും? അതവർക്ക് താങ്ങാൻ പറ്റിയില്ല. അതിന് അവരൊരു പരിഹാരം കണ്ടെത്തി. ഈ എയ്ഡ്സ് രോഗം മറച്ചു വെച്ച് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇവൻ മൂലം ആ കുട്ടിക്ക് രോഗം പിടിക്കും. അപ്പോൾ എല്ലാവരോടും പറയാം, അവൾ പഠിച്ചവളായിരുന്നു, അവൾക്ക് വിവാഹത്തിന് മുമ്പേ രോഗമുണ്ടായിരുന്നു, അത് മറച്ചു വെച്ച് കല്യാണം കഴിച്ചു, അങ്ങനെ അവൾ കാരണമാണ് ഞങ്ങളുടെ മകന് ഈ രോഗം പിടിച്ചതെന്ന് പറയാം. ഈ ആശയത്തോട് അവനും യോജിച്ചു, പെണ്ണന്വേഷിച്ചു, കല്യാണം കഴിച്ചു. സാവകാശം അവൻ വഴി ആ കുട്ടിക്ക് രോഗം പിടിച്ചു. ഇപ്പോൾ വർഷങ്ങളായി.
ആ ചെറുപ്പക്കാരന് ഇന്ന് പശ്ചാത്താപമുണ്ട്. ഒരു പക്ഷേ എവിടെയെങ്കിലും പോയി അദ്ദേഹം കുമ്പസാരിച്ചിട്ടുണ്ട്, ദൈവം ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കുമ്പസാരിച്ചതുകൊണ്ടും ദൈവം ക്ഷമിച്ചുകൊണ്ടും ഒന്ന്, അദ്ദേഹത്തിൻ്റെ രോഗം മാറുന്നില്ല. രണ്ട്, അദ്ദേഹം കാരണം രോഗം പിടിച്ച ആ സ്ത്രീയുടെ രോഗം മാറുന്നില്ല. ആ പെൺകുട്ടിക്ക് കുടുംബത്തിന് വന്ന നഷ്ടങ്ങളൊന്നും ഓർത്ത് നോക്കിക്കേ. ഇങ്ങനെ ഒരു രോഗിയായി തീർന്നു. അതുണ്ടാക്കുന്ന മനപ്രയാസം, അതുണ്ടാക്കുന്ന നാണക്കേട്, അകാല മരണം, അവരുടെ കുടുംബത്തിൻ്റെ സഹനങ്ങൾ, ഒരു ഭാര്യയും അമ്മയുമായിട്ട് ദീർഘകാലം ജീവിക്കാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു. എന്തെല്ലാം ദുരിതങ്ങളാണ് ആ സ്ത്രീക്കും കുടുംബത്തിനുണ്ടായത്. ഇതിന് മുഴുവൻ ഉത്തരവാദി ഈ ഒരു ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും. ഈ ചെറുപ്പക്കാരനോ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോ അനുതപിച്ച് കുമ്പസാരിച്ചാൽ ദൈവം ക്ഷമിക്കും. പക്ഷെ ദൈവം ക്ഷമിച്ചത് കൊണ്ട് ആ പെൺകുട്ടിയുടെ രോഗം മാറില്ല. ആ കുടുംബത്തിനുണ്ടായ നഷ്ടങ്ങൾ നികത്തപ്പെടില്ല. നോക്കിക്കേ, പാപം ക്ഷമിച്ചു, പക്ഷേ മറ്റുള്ളവരിൽ പാപത്തിൻ്റെ പ്രത്യാഘാതം തുടരുകയാണ്. ഒരു കുടുംബനാഥൻ്റെ കഥ പറയാം. അദ്ദേഹം ഭാര്യയോട് അവിശ്വസ്തത കാണിച്ച് തെറ്റിൻ്റെ വഴിയെ പോയി, രോഗിയായി, എയ്ഡ്സ് രോഗം പിടിച്ചു. സാവകാശം അദ്ദേഹം വഴി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് രോഗം പിടിച്ചു. ഏതാനും കൊച്ചുമക്കളുണ്ട്. ഏതാനും കൊല്ലങ്ങൾ കൂടി അവരങ്ങനെ ജീവിക്കും. അത് കഴിയുമ്പോൾ ഈ രോഗം പിടിച്ചവർ മരിക്കും. 2 എയ്ഡ്സ് രോഗികളുടെ മക്കളെന്ന് ഈ മക്കൾ അറിയപ്പെടും. ഈ മക്കൾ വളർന്നു വരുമ്പോൾ അപ്പനില്ല, അമ്മയില്ല, അവരുടെ കാര്യം നോക്കാൻ ആരുമില്ല. ഇതിനൊക്കെ ഉത്തരവാദി അവർ ഒറ്റ മനുഷ്യനാണ്. അദ്ദേഹം അനുതപിച്ചു, അദ്ദേഹം കുമ്പസാരിച്ചു, ദൈവം ക്ഷമിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ രോഗം മാറുന്നില്ല, ഭാര്യയുടെ രോഗം മാറുന്നില്ല, അകാല മരണം ഒഴിവാകുന്നില്ല. എയ്ഡ്സ് രോഗികളുടെ മക്കളെന്ന ലേബല് മക്കൾക്ക് കിട്ടാൻ പോകുന്നത് മാറുന്നില്ല. നോക്കി എന്തെല്ലാം സഹനങ്ങളാണ്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഒരിക്കലൊരു മനുഷ്യൻ കല്യാണം കഴിഞ്ഞ് 2-3 മക്കളായി കഴിഞ്ഞപ്പോൾ ഭാര്യയോട് പറഞ്ഞു, എടി, നിൻ്റെ മക്കളെ വല്ല അനാഥശാലയിലാക്കിയിട്ട് വരുവാണെങ്കിൽ നിന്നെ എൻ്റെ കൂടെ നിർത്താം. നിൻ്റെ മക്കൾ, അത് തന്നെ ചോദ്യം ചെയ്യേണ്ട ഒന്നാമത്തെ വിഷയമാണ്. ആ ഭാര്യ സമ്മതിച്ചില്ല. ഒരു ദിവസം ഈ മനുഷ്യൻ മറ്റൊരു സ്ത്രീയെ കൂടെ കൂട്ടി വീട്ടിലേക്ക് വരിക. ഒരു 2 പേരും കൂടി ഈ അമ്മയെയും കൊച്ചുമക്കളെയും വീട്ടിൽ നിന്ന് തല്ലി ഓടിച്ചു. എതിർക്കാൻ കഴിവില്ലാതെ അവർ ഇറങ്ങിപ്പോയി. കേരളത്തിലെ വിവിധ കോൺവെൻറ്റുകൾ കയറി ഇറങ്ങി ഈ മക്കളെ നിർത്താൻ വേണ്ടി. അങ്ങനെ 3 കോൺവെൻറ്റുകളിലായിട്ട് ഓരോ മക്കളെ നിർത്തി 4ാമതൊരു കോൺവെൻറ്റിൽ ഈ സ്ത്രീ അടുക്കളപ്പണിത് ജീവിച്ചു. ഈ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും അനുസരിച്ച് കുമ്പസാരിച്ചെന്ന് വിചാരിച്ചു. ദൈവം ക്ഷമിക്കും. പക്ഷെ ദൈവം ക്ഷമിച്ചത് കൊണ്ട് ഈ ഭാര്യയ്ക്കുണ്ടായ നഷ്ടം നികത്തപ്പെടുമോ? ആ 3 മക്കൾക്കുണ്ടായ നഷ്ടം നികത്തപ്പെടുമോ? ഇതാണ് പാപത്തിൻ്റെ കൊടുത്തു വീട്ടാൻ വയ്യാത്ത കടമെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കേസ് കൊടുക്കുക, കള്ളക്കേസ് കൊടുക്കുക എന്നതൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യമാണ്. ഞാനൊരു മനുഷ്യൻ്റെ കഥ ഓർക്കുക. അദ്ദേഹം യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തു. കേസ് അന്വേഷിച്ച പോലീസ് ഇദ്ദേഹമാണ് പ്രതിയെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നും ശിക്ഷിക്കുമെന്നും ഉറപ്പായപ്പോൾ അദ്ദേഹം കേസ് അന്വേഷിച്ച പോലീസിന് കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കൊടുത്ത കൈക്കൂലി 20 ലക്ഷമാണ്. 20 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു. ആ കൈക്കൂലി വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ട് ഒന്നുമറിയാത്തൊരു നിരപരാധിയെ പിടിച്ച കേസിൽ പ്രതിയാക്കി അയാൾ ശിക്ഷിക്കപ്പെട്ടു. ആ മനുഷ്യൻ ജയിലിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്ത വ്യക്തി ഒന്നും അറിയാതെ പുറത്ത് കിടക്കുക. പക്ഷെ ഒരുപക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനയുണ്ട്, കുറ്റബോധമുണ്ട്. അദ്ദേഹം എവിടെയെങ്കിലും പോയി കുമ്പസാരിച്ചിട്ടും ഉണ്ടാകാം, ദൈവം ക്ഷമിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ നിരപരാധിയായ മനുഷ്യൻ്റെ സഹനം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സഹനം, അതിന് പരിഹാരമുണ്ടോ? ഇതാണ് കൊടുത്തു വീട്ടാൻ പറ്റാത്ത പാപത്തിൻ്റെ കടം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബന്ധുകൾ, ഹർത്താലുകൾ, ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിലൂടെ എത്രയോ പേർക്ക് ഏതെല്ലാം തരത്തിലുള്ള സഹനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജീവൻ നഷ്ടപ്പെടുന്നു, ആശുപത്രി എത്താൻ പറ്റാതെ വഴിക്ക് മരിക്കുന്നു, ജോലിക്ക് പോകാൻ പറ്റാതെ വരുന്നു, ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടിട്ട് ജോലി നഷ്ടപ്പെടുന്നു, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു, കൊല്ലപ്പെടുന്നു, അംഗവൈകല്യം ഭവിക്കുന്നു.
അതുപോലെ നമ്മുടെ നാട്ടിൽ അല്ലെ ലോകത്തെമ്പാടും നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഉദാഹരണം ലഹരി വസ്തുക്കളുടെ ഉൽപ്പാദനം, വിതരണം. അതുവഴി ഇതുമാത്രം ജീവിതങ്ങളാണ് നശിക്കുന്നത്, ഇതുമാത്രം കൊച്ചുകുട്ടികളെ ലഹരിക്കടിമകളാകുന്നത്, ഇതുമാത്രം ചെറുപ്പക്കാരെ വഴിതെറ്റി പോണേ, എത്രയോ കുടുംബനാഥന്മാരെ വഴിതെറ്റി പോണേ, എത്രയോ പെൺകുട്ടികളാണ് വഴിതെറ്റി പോകുന്നത്. ഈ ലഹരി വിറ്റവർ എന്തെങ്കിലും അനുതപിച്ചുകൊണ്ട് ദൈവം ക്ഷമിച്ചത് കൊണ്ട് ഈ നഷ്ടം വന്നവരുടെ നഷ്ടം നികത്തപ്പെടുന്നുണ്ടോ? അവരുടെ കുടുംബത്തിനുണ്ടായ നഷ്ടങ്ങൾ നികത്തപ്പെടുന്നുണ്ടോ? അല്ലെ കുടുംബത്തിലെ ഒരംഗം തെറ്റ് ചെയ്തു, അതിൻ്റെ ഫലമായിട്ട് ആ കുടുംബത്തിലേക്ക് വലിയ പ്രതിസന്ധികൾ വരിക, നാണക്കേട് വരിക, കടബാധ്യത വരിക, സാമ്പത്തിക പ്രതിസന്ധി വരിക. എങ്ങനെ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റും? അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർ, മിക്കവാറും അധ്യാപകരൊക്കെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുന്നവരാണ്, എക്സ്ട്രാ ഡ്യൂട്ടി എടുത്ത് പഠിപ്പിക്കുന്നവരാണ്, മക്കളുടെ കാര്യത്തിൽ എക്സ്ട്രാ കെയർ കാണിക്കുന്നവരാണ്, എല്ലാം സമ്മതിക്കാം. പക്ഷേ ചില അധ്യാപകരെങ്കിലും ആത്മാർത്ഥത കാണിക്കാത്തത് കൊണ്ട് എത്രയോ കുട്ടികളുടെ ജീവിതം എത്തേണ്ടടുത്ത് എത്താതെ പോകുന്നു, എത്രയോ പേരുടെ ജീവിതം എത്താതെ പോകുന്നു. ഞാനൊരു കോളേജിൽ പ്രിൻസിപ്പളായിട്ട് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തിരുന്ന ആളാണ്. ഒരു മാർക്കിൻ്റെയൊക്കെ കുറവ് കൊണ്ട് അഡ്മിഷൻ കിട്ടാതെ കണ്ണുനീരോടെ ഇറങ്ങിപ്പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അധ്യാപകരുടെ പഠിപ്പീരിൻ്റെ കുറവ് കൊണ്ട്, പേപ്പർ നോക്കുമ്പോൾ അശ്രദ്ധ കാണിക്കുന്നത് കൊണ്ട് മാർക്ക് കുറഞ്ഞ് എത്രയോ കുട്ടികളെ കാണും. അർഹതപ്പെട്ട എത്രയോ പേർക്ക് അർഹിക്കുന്ന മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, എത്രയോ പേർക്ക് അർഹിക്കുന്നത് കൂടുതൽ കിട്ടിയിട്ടുണ്ടാകും. എത്തേണ്ടടുത്ത് എത്താതെ പോയ എത്രയോ സംഭവങ്ങളുണ്ടാകും. ഞാനെൻ്റെ ഒരു അനുഭവം പറയാം. ഒരു 1ാം വർഷ പ്രീ ഡിഗ്രി ക്ലാസ്സാണ്. ഞാൻ ഒരു വക ഇംഗ്ലീഷ് വാക്കുകളെല്ലാം ബോർഡിലെഴുതി നോട്ട് കൊടുക്കുമ്പോൾ കുട്ടികളെ അടുത്തൂടെ ചെല്ലും, ശ്രദ്ധിക്കാനും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനും. എപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എഴുതിയ മുഴുവൻ കാര്യങ്ങളും ഒരു കുട്ടി കൈകൊണ്ട് മറച്ചു വയ്ക്കും, എന്നെ കാണിക്കുകയില്ല. പലതവണ ആയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, കൈ മാറ്ററ. അവൻ പറഞ്ഞു, മാഷേ നമ്മൾ മാറ്റൂല. ഞാൻ ചോദിച്ചു, അതെന്താ? നിങ്ങളെ നമ്മളെ കാണിക്കൂല. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, നീ എന്നെ കാണാനുള്ള അവകാശം എനിക്കുണ്ട്, കൈ മാറ്ററ. അപ്പോൾ അവൻ പറഞ്ഞു, മാഷേ ഞങ്ങളോടല്ലേ നമ്മൾ പറഞ്ഞ് നമ്മളെ മാറ്റൂല, നിങ്ങൾ പിന്നെ മാറ്റുമെന്ന് പറയുന്നത് എന്താ? അവനൊച്ചയില്ല പറഞ്ഞ്. എല്ലാ കുട്ടികളും എന്നെ തിരിഞ്ഞു നോക്കി. ഞാനും ഒരു ധർമ്മസങ്കടത്തിലായി. അവനെ വിട്ടിട്ട് പോകണോ അവനെ പൊക്കണോ? അവസാനം ഞാൻ വിചാരിച്ചു തക്കാലം വിട്ടിട്ട് പോകാം, പിന്നെ എപ്പോഴെങ്കിലും പിടിക്കാം. അങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനെ ഞാൻ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ, വഴക്ക് പറയാൻ വേണ്ടി. ഞാൻ അവനോട് ചോദിച്ചു, ഗൗരവത്തെ തന്നെ ചോദിച്ചേ, ഏത് പണിയാണ് കാണിച്ചത്? അവൻ്റെ ഉത്തരം എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. അവനെന്തെങ്കിലും തറുതല പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ്റെ ഉത്തരം ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു, ഒരു പൊട്ടിക്കരച്ചിൽ. പെട്ടെന്ന് ഞാനും വല്ലാണ്ടായിപ്പോയി. അവൻ കുറേ നേരം കരഞ്ഞു. ശാന്തമായി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ എന്താ നിനക്ക് പറ്റിയേ? അവൻ പറഞ്ഞു, മാഷേ നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാനാണ് നമ്മൾ മൂടി വെച്ച്, നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ നമ്മൾ മൂടി വെച്ച്. ഞാൻ ചോദിച്ചു, എന്താ നീ ഉദ്ദേശിച്ചേ? പക്ഷേ നമ്മൾ എഴുതുന്നത് മുഴുവൻ തെറ്റാ, അത് കണ്ടാൽ നിങ്ങളുടെ മനസ്സ് വിഷമിക്കും, അങ്ങനെ നിങ്ങൾ വിഷമിപ്പിക്കാനാണ് നമ്മൾ മൂടി വെച്ച്. ഞാൻ ചോദിച്ചു, എടാ ഇതിനേക്കാൾ താഴ്ന്നു വന്നിനി എങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുക? അപ്പോൾ അവൻ പറഞ്ഞു, മാഷേ അത് നമുക്കറിയാവുന്നേ, അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കണമെന്ന് വെച്ചാൽ നമ്മൾ മൂടി വെക്കുന്നത്. എനിക്ക് അവനോട് ദേഷ്യം മാറി, അവനോട് സ്നേഹവും സഹതാപവുമായി. ഞാൻ ചോദിച്ചു, മോനെ എന്താ നിനക്ക് ഇങ്ങനെ പറ്റിയത്? അപ്പോൾ അവൻ പറഞ്ഞു, മാഷേ ഈ സ്കൂളിൽ പഠിക്കുന്ന 5-6 കുട്ടികളുണ്ടായിരുന്നു, മാഷന്മാർ ഓരേയും കൊണ്ട് പോയി, ഞങ്ങളെപ്പോലെ പഠിക്കാൻ പറ്റാത്തവരെ ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ കുറച്ച് കാണാതെ പഠിച്ചു, പരീക്ഷയ്ക്ക് ഇവിടെ കോപ്പി അടിച്ചു, സർക്കാർ കുറേ മോട്ടിവേഷൻ തന്നു, എങ്ങനെയോ ജയിച്ചിവിടെ എത്തി. പക്ഷേ നിങ്ങൾ എത്ര താഴ്ന്നു വന്നാലും നിങ്ങളുടെ ഒപ്പം വരാൻ നമ്മളെ കൊണ്ട് ആപത്തില്ല. ഞാൻ ആലോചിക്കുക, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കലാലയങ്ങളിലൂടെ നമ്മുടെ അധ്യാപകരുടെ പഠിപ്പീരിൻ്റെ പരീക്ഷ പേപ്പർ നോക്കുന്നതിൻ്റെ ആത്മാർത്ഥത കുറവ് കൊണ്ട് ജീവിതം വഴിമുട്ടിപ്പോയ, എത്തേണ്ടടുത്ത് എത്താതെ പോയ എന്തുമാത്രം മനുഷ്യരെ കാണും. എന്നിട്ട് ഈ അധ്യാപകർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് അതോ മരണക്കിടക്കയിൽ വെച്ച് പശ്ചാത്തപിച്ച് പാപമോചനം നേടിയതുകൊണ്ട് ഈ മക്കൾക്ക് ഉണ്ടായ നഷ്ടങ്ങൾ നികത്തപ്പെടുക എന്നതാണ് പ്രശ്നം. ഞാൻ മുമ്പ് ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ ടീച്ചറെ ക്ലാസ്സിന് പുറത്താക്കി ഒരു ദിവസം മുഴുവൻ ക്ലാസ്സിന് പുറത്ത് നിർത്തിയ കാര്യം പറഞ്ഞല്ലോ. ആ വിദ്യാർത്ഥി പിന്നീട് ക്ലാസ്സിൽ പോയിട്ടില്ല എന്ന കാര്യമൊക്കെ പറഞ്ഞു.
ആ വിദ്യാർത്ഥി കാണിച്ച തെറ്റുണ്ട്, മണ്ടത്തരമുണ്ട്. പക്ഷെ ആ ടീച്ചറെ കാണിച്ച തെറ്റോ? ഒരരിശത്തിനെ ക്ലാസ്സിനെ പുറത്താക്കി 1 മണിക്കൂർ പോട്ടെ, മനസ്സിലാക്കാം. 2ാമത്തെ പീരീഡ് ക്ലാസ് കയറ്റായിരുന്നല്ലോ. ഇല്ലെങ്കിൽ പോട്ടെ 4ാമത്തെ 5ാമത്തെ പീരീഡ് ക്ലാസ് കയറ്റായിരുന്നല്ലോ. അതും പോട്ടെ, അന്നത്തെ ദിവസം മുഴുവൻ അരിശം. പിറ്റേ ദിവസവും അടുത്ത ദിവസവും ഒന്നും ആ കുട്ടിയെ ക്ലാസ്സിൽ കാണുന്നില്ല. 2 പേരും ഒരു നാട്ടുകാരാ. ആ ടീച്ചർക്കൊന്ന് അന്വേഷിക്കാമായിരുന്നല്ലോ. ഞാൻ പുറത്തിറക്കി വിട്ടതാണല്ലോ, അവനെ പിന്നെ ക്ലാസ്സിൽ കാണുന്നില്ലല്ലോ, എന്ത് പറ്റിയൊന്ന് അന്വേഷിക്കാമായിരുന്നല്ലോ. അവൻ മടി പറഞ്ഞ പൊട്ടറ മോനെ സാരമില്ല, നീ വാ വല്ലവൻ 2 അക്ഷരം പഠിക്ക്, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞത് കൂട്ടിക്കൊണ്ട് വന്ന് അവനെ ഒന്ന് പഠിപ്പിക്കാമായിരുന്നല്ലോ. എങ്കിൽ ഇന്ന് അവൻ്റെ ജീവിതം വേറെ എവിടെയും എത്തിപ്പെട്ടില്ലായിരുന്നേ. അപ്പം അവനിങ്ങനെ നശിച്ചു പോയതിൻ്റെ ഒരു കാരണം ആ ടീച്ചറാണ്. ആ ടീച്ചറെ പശ്ചാത്തപിച്ചുകൊണ്ട്, ആ ടീച്ചറെ നാളെ കുമ്പസാരിച്ചുകൊണ്ട്, ആ ടീച്ചറോട് ദൈവം ക്ഷമിച്ചുകൊണ്ട് ഈ കുട്ടിക്കുണ്ടായ നഷ്ടം നികത്തപ്പെടില്ല. നമ്മളിന്ന് ധാരാളം വായിക്കുന്ന, പറയുന്ന, ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഭക്ഷണത്തിലെ മായം. കൃഷി ചെയ്യുമ്പോൾ ധാരാതരത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം മായം നിറഞ്ഞതാകുന്നു. എത്രയോ പേര് അതിൻ്റെ ഫലമായിട്ട് രോഗികളാകുന്നു. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നോട് തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വിറ്റ പച്ചമീനിൻ്റെ ബാക്കിയുള്ളത് കേടാകാതിരിക്കാൻ അതിൻ്റെ അകത്ത് മൂത്രം ഒഴിച്ചു വെക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. മൃതശരീരം സൂക്ഷിക്കുന്ന ഫോർമലിൻ പച്ചമീനിൽ ഒഴിച്ചു വെക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പച്ചമീനിൻ്റെ അകത്ത് കേടാകാതിരിക്കുന്ന അമോണിയ ഇട്ട് വെക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ വിൽക്കുകയാണ്, നമ്മളൊക്കെ വാങ്ങി കഴിക്കുകയാണ്. അതിലൂടെ രോഗങ്ങളൊക്കെ എത്രയാണ് ഇതൊക്കെ. ഒരു മനുഷ്യൻ്റെ പാപം മൂലം, അല്ലെങ്കിൽ കുറേ മനുഷ്യരുടെ പാപം മൂലം എത്രയോ പേർക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികൾ. ഒരു ദന്ത ഡോക്ടറുടെ കഥ ഞാൻ പറയാം. ഈ ദന്ത ഡോക്ടറുടെ അടുത്ത് ഒരു പെൺകുട്ടിയെ പല്ല് പറിക്കാൻ കൊണ്ടുവന്നു. മുൻവശത്തെ പാൽപ്പല്ലാണ് പറിക്കേണ്ടത്. അതിന് പകരം ആ ഡോക്ടർ അശ്രദ്ധ കാരണം പാൽപ്പല്ലിന് പകരം വന്ന പെർമനൻ്റ് ടീത്ത്, സ്ഥിരമായിട്ടുള്ള പല്ല് പറിച്ചു. പറിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് അബദ്ധം മനസ്സിലായി. ഒന്നും മിണ്ടാതെ കൊച്ചിനെ സമാധാനിപ്പിച്ച് പുറത്ത് 2 തട്ടും തട്ടി വിട്ടു. കൊട്ടിപ്പോയി. ആ പെൺകുട്ടി വളർന്നു വരുമ്പോൾ അതിൻ്റെ മുമ്പിലൊരു പല്ലുണ്ടാവില്ല. ഇനി അത് തീർക്കാൻ ആ കുട്ടിയും വീട്ടുകാരും എത്ര സഹിക്കണം? ആ കുട്ടി എത്ര നാണക്കേട് സഹിക്കണം, എത്ര മനപ്രയാസം സഹിക്കണം? ഡോക്ടർക്ക് വല്ലതും പറ്റിയോ? ഡോക്ടർക്കൊന്നും പറ്റിയില്ല. ഡോക്ടറുടെ വഴിക്ക് പോയി. മരുന്ന് മാറി ഇഞ്ചക്ഷൻ കൊടുത്ത് രോഗികളെ മരിച്ച കഥകൾ നമ്മുടെ ആശുപത്രികളുണ്ട്. ഓവർഡോസ് മരുന്ന് മനഃപൂർവ്വം രോഗിക്ക് കുത്തിവെച്ച് രോഗികളെ കൊന്നുകളഞ്ഞ സംഭവങ്ങൾ നമ്മുടെ നഴ്സുമാർ ചെയ്തതുണ്ട്. രോഗിയുടെ, പ്രത്യേകിച്ച് ചില കിടപ്പ് രോഗികൾ ഭയങ്കര കച്ചറ ഉണ്ടാക്കുന്നവരാണ്. അവരുടെ വായിലൊക്കെ ഭക്ഷണം വെച്ച് കൊടുക്കണം, എന്നാലും അവർ കച്ചറ ഉണ്ടാക്കും. അത്തരം ചില രോഗികളുടെ വായിൽ ശ്വാസം മുട്ടിക്കത്തക്ക വിധത്തിൽ കണ്ടമാനം ഭക്ഷണം കുത്തിത്തിരികെ വെച്ച് ശ്വാസം മുട്ടിച്ചവരെ കൊന്നുകളഞ്ഞ നഴ്സുമാരുണ്ട്. എന്നിട്ട് അവർ അന്നത്തെ ജോലിയുടെ ശമ്പളവും വാങ്ങി. ഈ പറഞ്ഞ ആളുകളൊക്കെ ആശുപത്രിയിൽ പനിയായിട്ട് വന്ന രോഗിയുടെ പനി അളന്ന് ചാർട്ട് ചെയ്യണം. ആ പനി അളന്ന് ചാർട്ട് ചെയ്യാതെ സ്വന്തം ഡ്യൂട്ടി റൂമിലിരുന്ന് ഊഹാഭോഗത്തിൽ പനി ചാർട്ട് ചെയ്ത നഴ്സുമാരുണ്ട്. രോഗിക്ക് കൊടുക്കേണ്ട ഗുളിക രോഗി കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്ത് പോയി കൊടുക്കാനുള്ള മടി കൊണ്ട് ഗുളിക ഡ്യൂട്ടി റൂമിലുള്ള വേസ്റ്റ് ബോക്സിലിട്ടിട്ട് ഗുളിക കൊടുത്തതാണെന്ന് ചാർട്ട് ചെയ്ത നഴ്സുമാരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതെല്ലാം തരത്തിൽ നമ്മുടെ ഇടയിൽ തെറ്റുകൾ നടക്കുന്നു, പാപങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ മറ്റുള്ളവരെ ഏതെല്ലാം വിധത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നു. ഒരു ആശുപത്രിയിൽ ഒരു നേഴ്സ് അശ്രദ്ധമായി മരുന്ന് കുത്തിവെച്ചിട്ട് രോഗി മരിച്ചു. ഈ വാർത്ത പുറത്തു വരാതിരിക്കാനും കേസാകാതിരിക്കാനും വേണ്ടി ആശുപത്രിക്കാർ ആ മരിച്ച രോഗിയുടെ കുടുംബാംഗങ്ങൾക്ക് പൈസ കൊടുത്തു. കൊടുത്ത പൈസ എത്ര നിങ്ങൾ കേൾക്കണം? 1 കോടി രൂപ. 1 കോടി രൂപ കൊടുത്ത് ആ കേസ് ഒതുക്കി തീർത്തു. നേഴ്സിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. നേഴ്സിനെന്താ, അത് പോയി വേറെ എവിടെയെങ്കിലും ജോലി നേടും. ആശുപത്രിക്ക് 1 കോടി നഷ്ടം. ആശുപത്രി അനുസരിച്ച് മനപ്രയാസം വേറെ. ഒരു രോഗിക്ക് അകാല മരണം, ആ രോഗിയുടെ കുടുംബാംഗങ്ങളുടെ നഷ്ടങ്ങൾ, ഇതൊക്കെ എവിടെ നികത്തപ്പെടും? ഞാൻ പറയുന്നത്, പാപം ചെയ്യാൻ എളുപ്പമാണ്. പാപത്തിൻ്റെ ദുരന്തങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി വെക്കുക, അതൊന്നും പരിഹരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഒരു വീട്ടിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് നിങ്ങൾ ആലോചിക്കും ചിലപ്പോൾ. പക്ഷെ നടക്കുന്ന കാര്യമാണ്. ഞാനീ പറഞ്ഞ ഒരു ഉദാഹരണവും ഊഹാഭോഗത്തെന്ന് പറയുന്നതല്ല. ഒരു കുടുംബം നാളെ മകൻ്റെ കല്യാണം, അവർ കിടക്കേണ്ട മുറി ഇതാന്ന് വിചാരിച്ചു. നിങ്ങളേതെങ്കിലും ഒരു മുറി ഭാവനയെ കണ്ടു. അപ്പം നാളെ കല്യാണമാണ്.
പെണ്ണും ചെറുക്കനും അവിടെയാണ് കിടക്കേണ്ടത്. കല്യാണത്തിൻ്റെ തലേന്ന് ഈ ചെറുക്കൻ്റെ അപ്പനും അമ്മയും കൂടി ഈ പെണ്ണും ചെറുക്കനും കിടക്കേണ്ട മുറി അകത്ത് നിന്ന് പൂട്ടേണ്ട കൊളുത്ത് അഴിച്ചു കളഞ്ഞു. എന്ന് വെച്ചാൽ ഈ പെണ്ണിനും ചെറുക്കനും മുറി പൂട്ടി കിടക്കത്തില്ല. കല്യാണം കഴിഞ്ഞു, രാത്രിയിൽ രണ്ടുപേരും മുറി വന്നു. കെട്ടി വന്ന പെണ്ണ് മുറി പൂട്ടാൻ നോക്കി, മുറി പൂട്ടത്തില്ല. ഭർത്താവിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് അപ്പനും അമ്മയും ഇന്നലെ അഴിച്ചു കളഞ്ഞു. അവരെ ചൂടായി. നിങ്ങൾക്ക് എത്ര ധൈര്യമില്ലേ, എന്തൊക്കെ കച്ചറയൊക്കെ ഉണ്ടായി. പിറ്റേന്ന് രാവിലെ അവർ പറഞ്ഞു, ചേട്ടാ നമുക്ക് നമ്മുടെ വീട് വരെ ഒന്ന് പോകാം. ആയിക്കോട്ടെ. രണ്ടുപേരുടെ കാറിൽ ഇരുന്നു. അവളുടെ വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ അവൾ ചാടി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, ആ വാതിലിനൊരു കൊളുത്ത് വെച്ച് കഴിയുമ്പോൾ ചേട്ടൻ എന്നെ അറിയിച്ചാലും ഞാൻ വന്നേക്കാം. അവളകത്തേക്ക് കയറിപ്പോയി. അവളെ അകത്തേക്ക് പോലും കയറ്റിയില്ല. വർഷങ്ങൾ കഴിഞ്ഞു. ആ മനുഷ്യൻ ആ വീടിനുള്ള കൊളുത്ത് വെച്ചില്ല. ആ വീട്ടുകാർ അപ്പനും അമ്മയും വെച്ചില്ല. അവസാനം അത് വിവാഹമോചനത്തിൽ ചെന്നെത്തി. ഈ അപ്പനും അമ്മയും എന്താ നേടിയത്? സ്വന്തം മകൻ കെട്ടിയ കല്യാണം കുളവാക്കി കളഞ്ഞു. ഇവരും അപ്പനും അമ്മയായിട്ട് ജീവിച്ചതല്ലേ. എന്നിട്ട് എൻ്റെ സ്വന്തം മകന് ഒരു ജീവിതം കൊടുക്കാത്തത്, ഇങ്ങനെ ചെയ്തത്? ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറയാം. ദാവീദ് രാജാവ് രാജ്യം വലുതായപ്പോൾ വലിയ സെൻസസ് എടുത്തു, അഹങ്കരിക്കാൻ വേണ്ടി. കർത്താവ് പറഞ്ഞു, നീ സെൻസസ് എടുക്കരുത്, കാരണം നിൻ്റെ ഉദ്ദേശിച്ച് നല്ലതല്ല, അഹങ്കാരം കൊണ്ടാണ് നീ സെൻസസ് എടുക്കുന്നത്. പക്ഷേ ദൈവകൽപ്പന ധിക്കരിച്ച് ദാവീദ് സെൻസസ് എടുത്തു. കർത്താവ് നാഥാൻ പ്രവാചകനെ പറഞ്ഞയച്ചു. പ്രവാചകൻ ചെന്ന് പറഞ്ഞു, ദൈവം നിന്നെ ശിക്ഷിക്കാൻ പോവുക. ഒന്നെങ്കിൽ 3 ദിവസത്തേക്ക് നിന്റെ രാജ്യത്തിൽ പകർച്ചവ്യാധി, അല്ലെങ്കിൽ 3 മാസം നീ രാജപദവി ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ 3 വർഷത്തേക്ക് നിന്റെ രാജ്യത്തിൽ വരൾച്ച, മഴയുണ്ടാവില്ല. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ദാവീദാ തെറ്റ് ചെയ്തത്. ശിക്ഷ ഏറ്റെടുക്കേണ്ട ദാവീദാ. പക്ഷെ ദാവീദ് സ്വയം ശിക്ഷ ഏറ്റെടുക്കുകയല്ല, ദാവീദ് തിരഞ്ഞെടുത്ത പകർച്ചവ്യാധിയാണ്. അങ്ങനെ ആദ്യത്തെ ദിവസം 70,000 പേര് മരിച്ചു. തെറ്റ് ചെയ്ത ദാവീദ്, ശിക്ഷ ദാവീദ് നിരപരാധിയുടെ തലയിൽ കെട്ടിവെച്ചു. 70,000 പേര് മരിച്ചു. പിന്നെ ദാവീദ് ദൈവത്തോട് മാപ്പ് ചോദിച്ച് ബലിയൊക്കെ അർപ്പിച്ചാണ് ആ പ്രശ്നം തീർന്നത്, ഗാത്ത് പ്രവാചകൻ വഴി. അപ്പോൾ നമ്മളും ഇങ്ങനെയാണ്. തെറ്റ് നമ്മൾ ചെയ്യും, ദുരന്തങ്ങൾ മറ്റുള്ളവർ അനുഭവിക്കാം. ഞാൻ കുടിക്കും, ഞാൻ വഴക്കുണ്ടാക്കും, ഞാൻ മദ്യപിക്കും, ഞാൻ തകർന്നു കൊടുക്കും. ഭാര്യയും മക്കളും സഹിച്ചു. ഇതാണ് നമ്മുടെ നിലപാട്. അല്ല, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട ജോലിയാണ്, അതിനാണ് ശമ്പളം വാങ്ങുന്നത്. ശമ്പളം വാങ്ങി ആ ജോലി ചെയ്യാതെ വെച്ച് താമസിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് കൈക്കൂലി വാങ്ങിക്കൊണ്ട് ചെയ്യുക. ഇങ്ങനെ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുക. ഈ വിധത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ തെറ്റുകൊണ്ട് മറ്റുള്ളവർക്ക് വരുന്ന ദുരന്തങ്ങൾ മാനഹാനിയാകാം, ജീവഹാനിയാകാം, അവസര നഷ്ടമാകാം, സാമ്പത്തിക നഷ്ടമാകാം, മറ്റ് പല നഷ്ടങ്ങളാകാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുമ്പസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ അനുദപിച്ചുകൊണ്ട്, ദൈവം നമ്മളോട് ക്ഷമിച്ചതുകൊണ്ട് നമ്മുടെ പാപം മൂലം മറ്റുള്ളവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നവും തീരുന്നില്ല, ഒരു പ്രതിസന്ധിയും തീരുന്നില്ല. അവരുടെ ജീവിതം ക്ലേശകരമായിട്ട് തന്നെ തുടരും, അവരുടെ ജീവിതം സങ്കടത്തിൽ തന്നെ തുടരും. അതുകൊണ്ട് ഈ മറ്റുള്ളവർക്ക് നമ്മുടെ പാപം വഴി ഉണ്ടാകുന്ന ഈ സഹനങ്ങൾ നമ്മൾ ഓർക്കുകയാണെങ്കിൽ പല തെറ്റുകളും നമ്മൾ വേണ്ടെന്ന് വെക്കും, ഇതൊന്ന് ഓർത്താൻ. പക്ഷേ നമ്മുടെ പാപം മറ്റുള്ളവരെ ഏതെല്ലാം വിധത്തിൽ ദോഷകരമായി ബാധിക്കുന്നുവെന്ന ഒരു ചിന്ത നമുക്കില്ലാത്തതുകൊണ്ട്, അഥവാ മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ പറ്റിയുള്ള വേദന നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വളരെ ഈസിയായിട്ട് പാപം ചെയ്യുന്നത്. സാരമില്ല, കുമ്പസാരിക്കാം, അല്ലെ അനുദപിക്കാം, അല്ലെ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കുമ്പസാരിച്ച പോലെ എന്നൊക്കെ നമ്മൾ എടുക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് സത്യസന്ധമായിട്ട് നമ്മളെ തന്നെ പരിശോധിക്കാം. എൻ്റെ പാപത്തിൻ്റെ ഫലമായി സഹിക്കുന്ന എത്ര പേര് എവിടെയൊക്കെയോ ഉണ്ട്. ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ, എൻ്റെ ജീവിത പങ്കാളിയായിട്ട്, എൻ്റെ മക്കളായിട്ട്, എൻ്റെ മാതാപിതാക്കൾക്കായിട്ട്, എൻ്റെ സഹോദരങ്ങളായിട്ട്, എൻ്റെ സഹപ്രവർത്തകരായിട്ട്, എൻ്റെ അയൽക്കാരായിട്ട്, എൻ്റെ അടുത്ത സഹായത്തിന് വന്ന ആളുകളായിട്ട് എത്രയോ പേര്
ഞാൻ ചെയ്ത തെറ്റിന് ദുരന്തം അനുഭവിച്ച് ജീവിക്കുന്നു. ദൈവമേ, ഞാനെന്തെങ്കിലും അനുതപിച്ചുകൊണ്ട്, ഞാനെന്തെങ്കിലും ഉപസാരിച്ചുകൊണ്ട്, നീ എന്നോട് ക്ഷമിച്ചതുകൊണ്ട് എൻ്റെ പാപത്തിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന അവരുടെ ദുരന്തങ്ങൾ തീരുകയില്ലല്ലോ. അവരെ തിരിച്ച് സഹായിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. സഹായിക്കാൻ പറ്റുമെങ്കിൽ പോലും അതിനുള്ള മനസ്സെനിക്കില്ലല്ലോ എന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് വന്നത് വന്നു. ഇനിയെങ്കിലും നമുക്ക് കഴിയുന്നിടത്തോളം മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കുന്ന തെറ്റുകളെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. അത് വീട്ടിലാകട്ടെ, പുറത്താകട്ടെ. രണ്ടാമത്, നമ്മൾ ചെയ്ത തെറ്റിനെ ഓർത്ത് ദൈവസന്നിധിയിൽ അനുദപിക്കാം. മൂന്നാമത്, നമ്മൾ കാരണം, നമ്മുടെ തെറ്റുകൾ കാരണം സഹിക്കുന്ന നിരപരാധികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. നമ്മളിലൂടെ വന്ന നഷ്ടങ്ങൾ ദൈവത്തിൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നികത്തപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിലും നമുക്ക് കുറച്ച് ആശ്വാസം അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ വരുന്ന നാളുകളിൽ നമ്മൾ ചിന്തിക്കുന്നതും യുക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.